ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ നിധി കണ്ടെത്തിയ മനുഷ്യരാകാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം ഈശോയുടെ ജെറിക്കോയിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഈശോ സക്കേവൂസിനെ കണ്ടുമുട്ടുകയാണ്. സക്കേവൂസിന് ഈശോയെ കാണണമെന്നുണ്ട്. പക്ഷേ സക്കേവൂസ് മറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും സക്കേവൂസ് ഇങ്ങനെ മറഞ്ഞിരിക്കുന്നത്? ഒന്ന്, ആളുകളുടെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളൊക്കെ കേൾക്കാനുള്ള മടി കൊണ്ടാണ്. കാരണം ആ നാട്ടിൽ ചുങ്കക്കാർ ആരാലും സ്നേഹിക്കപ്പെടുന്ന മനുഷ്യരല്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനിങ്ങനെ ഈശോയെ കാണാൻ വഴിയോരത്ത് നിന്നാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. രണ്ടാമതായിട്ട് സക്കേവൂസിന്റെ മനസ്സിൽ ചിന്തയുണ്ടാകും, ക്രിസ്തു വന്ന മനുഷ്യന്റെ മുമ്പ് നിൽക്കുവാൻ മാത്രം ഞാൻ യോഗ്യനാണോ? ഈശോയുടെ മുമ്പിലേക്ക് ഇങ്ങനെ അവനെ കാണാനായിട്ട് നിൽക്കുവാനും മാത്രമൊക്കെ ഒരു യോഗ്യത എനിക്കുണ്ടോ? അതുകൊണ്ട് തന്നെ സക്കേവൂസ് മറഞ്ഞിരിക്കുകയാണ്. എപ്പോഴും ഓർക്കുക, മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനെ തേടി വരുന്നുണ്ട്. ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാകും, നമ്മൾ വിചാരിക്കും നമ്മൾ ദൈവത്തെ തേടി കണ്ടെത്തിയെന്നല്ല, നമ്മൾ ആയിരിക്കുന്നിടത്തേക്ക് ദൈവം നമ്മളെ തേടി വരുന്നുണ്ട്. സമരിയാക്കാരിയെ കാത്ത് ഈശോയാണ് കിണറ്റങ്കരയിൽ കാത്തിരിക്കുന്നത്. അവൾ അവിടേക്ക് എത്തുകയാണ്. ഇങ്ങനെ ദൈവം എപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ ആയിരിക്കുന്നിടങ്ങളിലേക്ക് നമ്മളെ തേടി വരുന്നൊരു ദൈവം നമുക്കുണ്ട്. നമ്മുടെയൊക്കെ ദൈവിക ചിന്തയിൽ ഈ നോമ്പ് കാലത്തൊരു മാറ്റമുണ്ടാകണം. എന്നെ ഇങ്ങനെ തേടി വരാനായിട്ട് എനിക്കൊരു ദൈവമുണ്ടെന്നൊരു ചിന്തയുണ്ടാകണം. ആ ചിന്തയുണ്ടാകുമ്പോൾ നമുക്കൊരു ദൈവമെന്ന് പറയുന്നതൊരു ഹൃദയത്തിൻ്റെ അടുപ്പത്തിൻ്റെ ഭാവമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് സക്കേവൂസ് ഇരിക്കുന്ന മരത്തിൻ്റെ താഴെ എത്തുമ്പോൾ ഈശോ വിളിക്കുന്നുണ്ട്, സക്കേവൂസേ ഇറങ്ങി വാ, എനിക്ക് നിന്റെ വീട്ടിൽ നിന്ന് താമസിക്കണം. അതുവരെയും മറഞ്ഞിരുന്ന സക്കേവൂസിനെ ഈശോ ജനത്തിന്റെ നടുവിലേക്ക് നിർത്തുകയാണ്. ഇതാണ് ഓർത്തിരിക്കുക, അയോഗ്യതകളെന്ന് പറഞ്ഞ് നമ്മളൊക്കെ പിന്നിലേക്ക് പോകുമ്പോൾ ദൈവം നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മനുഷ്യന്റെ മുമ്പിലേക്ക് നിർത്തും. അയോഗ്യതകളെ കുറിച്ചുള്ള ബോധമുണ്ടായാൽ മാത്രം മതി. എന്തുകൊണ്ട് ദൈവം നമ്മളെയൊക്കെ ഇങ്ങനെ എടുത്തുയർത്തുന്നില്ല? ഒരേ ഒരു കാരണമേ ഉള്ളൂ, അയോഗ്യനാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ യോഗ്യനാണെന്നുള്ള ഒരു ബോധം നമ്മളെ ഭരിക്കുമ്പോൾ ദൈവത്തിന് നമ്മൾ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. ഈ മനുഷ്യൻ തന്നെ അയോഗ്യനാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അവനെ മരക്കൊമ്പിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് അവന്റെ കൂടെ ദൈവം നിൽക്കുകയാണ്. എൻ്റെ അയോഗ്യതകളൊക്കെ ഏറ്റു പറയുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ എനിക്കൊരു ദൈവമുണ്ട്. കുരിശ് തരുന്ന ഓർമ്മ അതാണ്. നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിതനെന്നൊരു ഓർമ്മയുണ്ടാകുമ്പോൾ നെഞ്ചിലേക്ക് വരേണ്ട ചിന്ത ഏതാണ്? എൻ്റെ അയോഗ്യതകൾക്കൊരു മറുപടിയാണ് എൻ്റെ കുരിശ് മരണം. ആ കുരിശിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണവൻ. അവിടെ സക്കേവൂസിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ സക്കേവൂസ് ചിലതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? എൻ്റെ സ്വത്തിൻ്റെ പകുതി കൊടുത്തു. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, വഞ്ചിച്ചെടുത്തതൊക്കെ 4 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുക. എന്തായിരിക്കും ആ മനുഷ്യൻ്റെ അവസ്ഥയല്ലേ? നമ്മളാണെങ്കിൽ ബുദ്ധിയുള്ളവരാണ്, നമ്മൾ വിവേകപൂർവ്വമൊക്കെ നമ്മളെ കൈകാര്യം ചെയ്യും. നമുക്കൊരു 85 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കണം. അതുവരെയുള്ള ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് പറയും, കർത്താവേ ഇത്രയൊക്കെ തരാം, ബാക്കിയൊക്കെ എനിക്കൊന്ന് വേണം. ആ മനുഷ്യൻ പറഞ്ഞതാണ്, എല്ലാം കൊടുക്കുകയാണ്. എന്തേ സക്കേവൂസ് ഇങ്ങനെ കൊടുക്കുന്നു? ആ സക്കേവൂസ് നിധി കണ്ടെത്തുകയാണ്. മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ 44 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഈശോ പറയുന്ന ഒരു കൊച്ചു കഥയുണ്ട്, നിധി കണ്ടെത്തിയ മനുഷ്യൻ. ഒരാൾ വയലിൽ നിധി കണ്ടെത്തുകയാണ്. പിന്നെ അയാൾ എന്താ ചെയ്യുന്നത്? തനിക്കുള്ളതെല്ലാം പോയിട്ട് വിൽക്കുകയാണ്.
എന്നിട്ട് അയാൾ ആ നിസ്സാരമായ വയൽ വാങ്ങുകയാണ്. കാരണം അയാൾക്കറിയാം അതിൽ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. സക്കവസ്തു കണ്ടെത്തുന്ന നിധിയാണ്. അതുകൊണ്ട് അവൻ എല്ലാം വിൽക്കുകയാണ്. തനിക്കുള്ളതൊക്കെ വിറ്റിട്ട് അവൻ ക്രിസ്തുവിന്റെ സ്വന്തമായിട്ട് മാറുകയാണ്. പൗലോസ് മനോഹരമായിട്ട് പറയും, ഈശോ മിശിഹായി എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവത്തെ കണ്ടെത്താൻ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തേടി നടക്കുന്നവരാണ്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നൽകപ്പെടും. ദൈവത്തെ കണ്ടെത്തിയവന് മാത്രമേ ഇനി ഈ തേടി നടപ്പ് അവസാനിപ്പിക്കാൻ പറ്റൂ. നമ്മളൊക്കെ ഇങ്ങനെ തേടി നടക്കുന്നവരാണ്. നമ്മൾ എന്ത് തേടി നടക്കുന്നു? ദൈവത്തെ തേടി നടക്കുന്നെങ്കിൽ അവൻ കൂടെയുണ്ട്, അവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അവനെ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം മുഴുവനും വല്ലാത്തൊരു സ്വസ്ഥതയാണ്. ജീവിതം ഒരു ആനന്ദമാണ്. അതുകൊണ്ടാണ് മറിയം വിളിച്ചു പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തെ കണ്ടെത്തിയവൻ ഇനി അവനാണ് നിധി എന്ന് പറയുന്നത്. നമ്മൾ എത്രമാത്രം ഈ നിധി തേടുന്നവരാണ്. ഈശോ മിശിഹായ എന്ന നിധിയെ തേടിയ ഒരാൾക്ക് മാത്രമേ ഈ നോമ്പ് കാലത്ത് അവൻ്റെ സ്നേഹം അന്വേഷിക്കാനും കണ്ടെത്താനും പറ്റുകയുള്ളൂ. ഇതുപോലൊരു പരീക്ഷാകാലമാണ്. ഇരുന്നരയിടവകയിൽ +2 പഠിക്കുന്നൊരു പെങ്കൊച്ച്. അവൾ ആ സ്കൂളിലെ ടോപ്പറാണ്, പഠിക്കാൻ മിടുകയാണ്. അവളിങ്ങനെ പരീക്ഷ ഒരുക്കിയുടെ കുർബാനയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കുർബാന കഴിഞ്ഞ് മുറിയിൽ എന്നെ കാണാൻ വന്നു. അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, മോളെ ഇന്നലെ അച്ഛൻ പ്രാർത്ഥിച്ചതല്ലേ, ഇന്നും കൂടെ പ്രാർത്ഥിക്കണം? അച്ഛൻ പ്രാർത്ഥിക്കാൻ ഞാൻ മറ്റൊരു കാര്യത്തിന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. എന്തിനാ? അവൾ അപ്പൻ്റെയും അമ്മയുടെയും ഏക മകളാണ്. അവൾ എന്നോട് പറയാം, അച്ഛൻ ഇന്ന് മുതലൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അപ്പൻ രാത്രി 12 മണി കഴിഞ്ഞ് വീട്ടിൽ വരാവും. ഇതൊരു വല്ലാത്ത പ്രാർത്ഥന. ഞാൻ ചോദിച്ചു, എന്താ മോളെ ഈ പറഞ്ഞ്? സാധാരണ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കന്മാർ കഴിവതും നേരത്തെ വീട്ടിൽ വരണമെന്നുള്ളതാണ്. അച്ഛൻ അങ്ങനെ പ്രാർത്ഥിക്കരുത്, എൻ്റെ അപ്പൻ രാത്രി 12 മണി കഴിഞ്ഞ് വരാവൂ. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ? അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കും. മദ്യപിച്ചെത്തിയാൽ പിന്നെ വീട്ടിൽ ബഹളമാണ്. ഈ കൊച്ചിന് പഠിക്കണം. അവൾ എന്നോട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എൻ്റെ കയ്യെ പിടിച്ച്, അച്ഛാ എനിക്ക് പഠിക്കണം, എൻ്റെ അമ്മയുടെ കണ്ണീരൊക്കെ ഒന്ന് മാറ്റണം, എൻ്റെ അപ്പം നേരത്തെ വന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. പിറ്റേന്ന് ഞാൻ ഈ അപ്പനെ വിളിപ്പിച്ചു, ധൈര്യത്തോടെ വിളിപ്പിച്ചു. ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, ഇദ്ദേഹം പകല് കണ്ടാൽ വളരെ ശാന്തൻ, അദ്ദേഹം രാത്രിയിൽ മദ്യപിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് പകൽ അറിയത്തുമില്ല. പകൽ ഈ അമ്മയും മകളും ഇദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്നു, അദ്ദേഹം ഒന്നിനെക്കുറിച്ചും ബോധവാനല്ല. ഞാൻ ചോദിച്ചു, മകള് അപ്പനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നറിയാവോ? അദ്ദേഹം പറഞ്ഞു, മകൾക്ക് അവനോട് ഭയങ്കര സ്നേഹമാച്ചാ, എനിക്ക് അവളോടും ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, വെറുതെയാ, ഇന്നലെ എൻ്റെ മുമ്പിൽ നിന്ന് ആ കൊച്ചു പറഞ്ഞു, എൻ്റെ അപ്പൻ രാത്രി വൈകി വന്നിരുന്നെങ്കിലോ എന്ന്. ഈ മനുഷ്യൻ്റെ കണ്ണ് നിറയെ. അദ്ദേഹം ചോദിച്ചു, എന്താച്ചാ പറഞ്ഞു? ഞാൻ പറഞ്ഞു, മദ്യപിച്ച് രാത്രിയിലെത്തുന്ന ഈ അപ്പനെ അവൾക്ക് ഭയമാണ്. അദ്ദേഹം അവിടെ ആ കസരയിൽ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. വൈകിട്ട് വന്നിട്ട് വച്ച് എനിക്കൊന്ന് കുമ്പസാരിക്കണം. ആ മനുഷ്യനൊന്ന് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുകയാണ്. പിന്നീട് ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ഇദ്ദേഹം മദ്യപാനമൊക്കെ അദ്ദേഹം തന്നെ സ്വയം നിയന്ത്രിച്ച് വേണ്ടെന്ന് വെച്ചു. മെയ് മാസം ഈ കുഞ്ഞിൻ്റെ റിസൾട്ടുമായിട്ട് അപ്പനും അമ്മയും ഈ കൊച്ചും കൂടിയാണ് വരുന്നത്. അവൾ ആ ഇടവകയിലെ ടോപ്പറാണ്. അവൾക്ക് 1200-ൽ 2 മാർക്ക് മാത്രം പോയിട്ടുള്ളൂ. ആ മകളുടെ റിസൾട്ട് കൈ പിടിച്ചുകൊണ്ട് അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ എൻ്റെ വീട് നന്നായി. ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ എൻ്റെ വീട് നന്നായി. എത്രയോ നേരത്തെ എനിക്കിതാകാമായിരുന്നു. വൈകിപ്പോയിട്ടില്ല. ഈ നോമ്പ് കാലത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാനൊന്ന് ഈശോയെ കണ്ടെത്തിയിരുന്നെങ്കിൽ എൻ്റെ വീട് എത്ര നന്നാകുമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഓർമ്മയാകട്ടെ. ഈ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് മാത്രം ഒന്ന് ചോദിക്കാം, എൻ്റെ വീട്ടിൽ ഇനി ആരൊക്കെയോ നന്നാകണമെന്ന് ചിന്ത എന്നെ ഭരിക്കേണ്ട. ഞാനൊന്ന് നന്നായിരുന്നെങ്കിൽ
എൻ്റെ വീട് എത്ര മനോഹരമായിരുന്നേനെ. അവിടെ നമ്മളെ നോക്കി ഈശോ പറയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. നമുക്ക് ബലിയർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, മിശിഹായെ, നീയാകുന്ന നിധിയെ കണ്ടെത്തുവാൻ, ആ നിധി തേടുവാൻ, ആ നിധിയിൽ ആശ്രയം വയ്ക്കുവാൻ പഠിപ്പിക്കണം. നമുക്ക് ബലിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.